ഹായ് കൂട്ടുകാരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു നിത്യകല്യാണി ചെടിയുടെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതും കൂടി കേട്ടോ. അപ്പോൾ നിത്യകല്യാണി ചെടിയിൽ പലതരം പൂവുകൾ ഉണ്ട്. നിത്യകല്യാണി എന്ന് പറയുന്നൊരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു ചെടിയാണ്. നമുക്ക് ശരിക്കും ഓർക്കിഡ് ചെടിയുടെ ഒരു സാമ്യം വരുന്ന ഒരു പൂവാണ് ഇത് കേട്ടോ. എന്നാൽ ഓർക്കിഡ് ചെടി അല്ലതാനും നമ്മുടെ പാവങ്ങളുടെ ഓർക്കിഡ് ചെടി എന്ന് പറയാം. ഓർക്കിഡ് ഫ്ലവർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, അത്രേ ഉള്ളൂ. കാരണം നമുക്കും ജീവിക്കണ്ടേ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ഓർക്കിഡ് ചെടിക്കൊക്കെ ഒരുപാട് പൈസയില്ലേ, നമുക്ക് സാധാരണക്കാർക്കൊന്നും വാങ്ങിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഓർക്കിഡ് ചെടിയുടെ സെയിം വരുന്ന ഒരു പൂവാണ്. ഒരു ഡാർക്ക് പിങ്കും അതിൻ്റെ ഒരു വൈറ്റ് കളറും അതിലൊരു യെല്ലോ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു പൂവാണ്. നിത്യകല്യാണി ചെടിയുടെ വേറൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ശരിക്ക് നമ്മൾ ചെടികൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ നമ്മൾ ഈ പ്ലാന്റ് മുറിച്ച് കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കത്തില്ലേ, വേറെ വേറെ തരത്തിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചെടിയാണെന്ന് എൻ്റെ ഒരു ധാരണ കേട്ടോ. എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ്. അവൾ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടതാണ്. നട്ട ശേഷം ഇത് ഭ്രാന്ത് പോലെ അങ്ങ് പിടിച്ച് പടർന്ന് അങ്ങ് നിൽക്കുവാണ്. കാണാൻ നല്ല ഭംഗിയാണ്, അടിപൊളി സ്റ്റൈലാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ അവിടെ കുറേ സമയം നിന്നിങ്ങനെ നോക്കി, അതുതന്നെ പറയാനുള്ളൂ. പിന്നെ നമ്മൾ പാവപ്പെട്ടവർക്കും ഓർക്കിഡ് വെക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടെങ്കിലും അതുപോലും നടക്കില്ല. അത്രയും എന്താ പറയുക, അത്രയും പൈസയല്ലേ ഓർക്കിഡ് ചെടിക്കൊക്കെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വെച്ചങ്ങ് ഓർക്കിഡ് ഫ്ലവർ ഒന്ന് സമാധാനിക്കാം. അങ്ങനെ എന്നോട് പറഞ്ഞു, ഒരു കഷ്ണം എന്നാൽ കൊണ്ടുപോയി നട്ട് നോക്കൂ, അതങ്ങ് കാട് പോലെ പന്തലിച്ച് വരും ചെടി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊന്നും എനിക്ക് ചെടി വെക്കാനും ഒക്കത്തില്ല. കാരണം അത്രയും ഒരു സ്പേസ് ഇല്ല വെക്കണ്ടേ. നമുക്കിതൊക്കെ എവിടെയെങ്കിലും കാണാനുള്ള യോഗയുള്ളൂ, അത് വെച്ചുകൊണ്ടെന്ന് പരിപാലിക്കേണ്ട അവസ്ഥയിലല്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് ചെടികളും അവളുടെ വീട്ടിലുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വീഡിയോസ് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ഈ ഒരു ചെടി മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഒരു ചെടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കുഞ്ഞു ചെടി നട്ടാൽ തന്നെ അത് കാട് പോലെ പന്തലിച്ച് വളരും. ഇതിൽ എല്ലാ ദിവസവും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നിത്യകല്യാണി ചെടിയുടെ ആ ഒരു വേർഷൻ തന്നെ ഞാൻ പറഞ്ഞത്. കാരണം ആ ഒരു ഇനത്തിൽപ്പെട്ട തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു വളർച്ചയും കാര്യങ്ങളും അതൊക്കെ സെയിം തന്നെ ആയിരിക്കും എന്ന് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് തന്നെ കണ്ടില്ലേ, ഇപ്പം 4 പൂക്കളുള്ളിടത്തും പോലും ഒരു മൊട്ട്. അപ്പോൾ അതുപോലെ എല്ലാ ചെടികളും ഇത് കാണുന്നില്ലേ, 2 പൂക്കളുള്ളിടത്ത് പോലും ഒരു മൊട്ട്. അപ്പോൾ നിത്യം പൂത്ത് നമുക്ക് പൂക്കൾ തരും. ഇതിനെക്കൊണ്ട് വലിയ കാര്യങ്ങളില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയും എന്നാൽ മണം ഒട്ടില്ലതാനും. മണം എന്ന് പറഞ്ഞാൽ തീരെ സ്മെല്ലില്ലാത്തൊരു പൂവാണ്. കാണാനാണെങ്കിലോ കണ്ണെടുക്കത്തില്ല. ഇതിൻ്റെ ഒരു കളർ നോക്കി നിൽക്കുക തന്നെ ചെയ്യും. എവിടെ നമ്മൾ ഏതൊരു ചെടി കണ്ടു കഴിഞ്ഞാലും ഈ ഒരു ചെടി അതിൻ്റെ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് നോക്കി നിന്ന് പോകും. അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഈ ചെടി കാണുവാണെങ്കിൽ, അഥവാ എവിടെയെങ്കിലും പോയിട്ട് ചെടികൾ വിൽക്കുന്നിടത്ത് പോയി ഇതൊരെണ്ണം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വാങ്ങി വീട്ടിൽ നട്ടോളൂ. അത് കാണാൻ തന്നെ ആൾക്കാരുണ്ടാവും കേട്ടോ. കാണാൻ ഭംഗിയാണ്. അപ്പോൾ അതുമല്ലാതെ ഈ ഒരു ചെടിയുടെ പ്രത്യേകത നമുക്ക് ആർക്കെങ്കിലും ഇച്ചിരി കൊടുക്കണം എന്ന് വെച്ചാൽ പോലും ഇതിങ്ങനെ ഭ്രാന്തമായി വളരുന്നതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഒരു കഷ്ണം കൊടുക്കാമെന്ന് വെച്ചാലും അതും സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.